സ്ത്രീകളിലും വിരലുകളില്ല എന്നുവെച്ചാൽ രക്തഓട്ടം കുറയുന്ന രീതിയിൽ അവർ മുറുക്കി വെക്കും. എന്നിട്ടാണ് ഇവരിത് അറുത്ത് മാറ്റുന്നത്. നമ്മൾ ഒരുപാട് ആചാരങ്ങളെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഭയങ്കര വിയേർഡായിട്ടുള്ള രീതിയിലെ പറ്റിയിട്ടുള്ള ആചാരങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലും ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു ആചാരമാണ്, ഭയങ്കര വേദനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ആചാരമാണ് ഇന്തോനേഷ്യയിലെ ഗോത്രവർഗക്കാരായിട്ടുള്ള ഡാനി വംശജർ അവരുടെ ഇടയിലുള്ള ആചാരങ്ങൾ. അവരുടെ ആചാരം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു സതി. അത് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇതും ഒരു ശരീരത്തെ നോവിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഈ ഒരു ആചാരത്തിലുള്ളത്. നമുക്ക് അതിലോട്ട് കടക്കാം. ഇപ്പം ഈ ഒരു ഗോത്രത്തിനെ കണ്ടുപിടിക്കുന്നത് ഇന്തോനേഷ്യയിലെ പാപ്പുവ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ഒക്ടോബർ 29, 1909 ലോകം ഇവരെ കുറിച്ച് അറിയുന്നത്. 1920 ഇവരെക്കുറിച്ച് ആധികാരികമായിട്ട് എല്ലാവരും അറിയാം, അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 6ഓളം ആളുകളാണ് ഇവരെ പറ്റി പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരെ പറ്റി അറിയാനായിട്ട് നടത്താനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. കുറച്ച് നാളുകൾ, കുറച്ച് ദിവസങ്ങൾ അവരുടെ കൂടെ കൂടിയിട്ടാണ് ഇവർ ഈ റിസർച്ചും കാര്യങ്ങളും അവരുടെ ആചാരങ്ങൾ അവരുടെ എത്രത്തോളം വ്യത്യസ്തമാണ് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ, എന്തൊക്കെ ആചാരങ്ങളാണ് അവർക്കുള്ളത്, എത്ര വ്യത്യസ്തതരമായ ആചാരങ്ങളാണ് ഇവർക്കുള്ളത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ കുറച്ച് ദിവസം ഈ പോയ 6ഓളം പേര് അവിടെ തങ്ങിയത്. അവിടെ വെച്ച് അവര് ശ്രദ്ധിച്ചൊരു കാര്യം, പല സ്ത്രീകളിലും വിരലുകളില്ല. അതെന്താണെന്ന് ഇങ്ങനെ ചിന്തിക്കും. സ്ത്രീകളിൽ മാത്രമേ ഉള്ളൂ ഈ വിരലില്ലാത്തൊരു കാര്യം. അങ്ങനെ ഇവരെ അന്വേഷിക്കാണ് ഇതിന്റെ പിറകിലുള്ള ഒരു കാര്യം. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ വ്യത്യസ്തമായ ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, അതായത് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീയോ, അതായത് സ്ത്രീകള് ഭാര്യയോ അമ്മയോ ആരെങ്കിലും അവരുടെ വിരല് മുറിച്ച് മാറ്റണം. അതാണ് ആ ഒരു അത്രയും വിയേർഡായിട്ടുള്ള ആചാരം എന്ന് പറയുന്നത്. ഇത് പച്ച മാംസത്തിൽ തന്നെയാണ് മുറിക്കുന്നത്. അതേപോലെ അടുത്ത ബന്ധുക്കൾ വേണം ഇത് അറുത്ത് മാറ്റാൻ എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇവര് വിവരിക്കുകയാണ്. ആദ്യം ഒരു കയ്യില് മുറുക്കാനായിട്ട് ഒരു 30 മിനിറ്റ് മുമ്പ് ഒരു ചരട് വെച്ച് ഇവര് മുറുക്കും കൈവിരല്. എന്നുവെച്ചാൽ രക്തഓട്ടം കുറയുന്ന രീതിയിൽ അവർ മുറുക്കി വെക്കും. എന്നിട്ടാണ് ഇവരിത് അറുത്ത് മാറ്റുന്നത്. അതെ, അതിന് പ്രത്യേകതരം വെപ്പണും ഉണ്ട് അവർക്ക്. ആ ഒരു പ്രത്യേക വെപ്പൺ യൂസ് ചെയ്തിട്ടാണ് ഇവർ ആ വിരലുകൾ മുറിച്ച് മാറ്റുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാനും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു വേദനയിലൂടെ തന്നെ ഇവരുടെ വേദനയും കുറയും. ആ ഒരു വിഷമോ, മരിച്ചുപോയ ഒരു വിഷമം മാറും. ആ ഒരു പെയിനിലൂടെ തന്നെ അവരുടെ ആ ഒരു വിഷമോ ഇതിലൂടെ തന്നെ മാറും എന്നാണ് പറയുന്നത്. ഈ വിരല് നേരെ കത്തിക്കാണ് ചെയ്യുന്നത്, എരിച്ചു കളയാണ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു ആചാരം. ഇവർക്ക് വേറെയും മറ്റു ആചാരങ്ങളുണ്ട്, പക്ഷെ എന്തു തരം ഒരു ആചാരമാണല്ലേ. അവിടെ സതി നിർത്തലാക്കിയതുപോലെ ഇപ്പൊ അത് നിർത്തലാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഇപ്പൊ അത് നിലനിൽക്കുന്നില്ല. അതെ, എല്ലായിടത്തും സ്ത്രീകളാണ് ബലിയാടാവുന്നത്. ഇത് എന്തുകൊണ്ട് ഒരു പുരുഷന്റെ വിരള ബന്ധുക്കൾ മരിക്കുമ്പോൾ അവിടെ സ്ത്രീകളും മരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പുരുഷന്റെ വിരളും അറുത്ത് മാറ്റണമല്ലോ. ഇത് ആരുടെ ആണെങ്കിലും ഇതൊക്കെ ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് അവര് വേറൊരു തരം ഗോത്രക്കാരായതുകൊണ്ട് നമുക്കിവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞു തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പൊ നിലനിൽക്കുന്നില്ല എന്നാണ് അറിവ്. ഓരോ കാലഘട്ടം മാറുന്നതും എല്ലാം മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇവിടെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ മാറി, സതി മാറി, തൊട്ടു തീണ്ടായക മാറി, അതുപോലുള്ള എന്തെല്ലാം കാര്യങ്ങൾ മാറിയിരിക്കും. ഇനിയും മാറാൻ കുറെ കാര്യങ്ങളുണ്ട്, മാറട്ടെ. അതെ, സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആചാരങ്ങളും ടോപ്പിക്കുകളായിട്ടൊക്കെ വരാം. താങ്ക് യു സോ മച്ച്.